സ്റ്റാർട്ട് ചെയ്യും. 350 കൊക്കോ, 80 ജാതി, ഒരു 25 തെങ്ങ്, പിന്നെ 450 റബ്ബർ, പിന്നെ കുരുമുളക്, ഏലം 1000 എണ്ണം വെച്ചേക്കുന്നു മേൽ ടോപ്പിലല്ലേ. നമുക്ക് അതിലേ ഇറങ്ങി വരാം, അതിലേ മഴ വെട്ടി ഇറങ്ങി വരാം. ഇത് സ്വന്തം പ്രൈവറ്റ് റോഡ്. ഈ 2-3 വീട്ടുകാർക്ക് അങ്ങോട്ട് വലിപ്പമുള്ള. ഇതൊരു 40 വർഷം പഴക്കമുള്ള വീടാട്ടോ. മൺകട്ടയ്ക്ക് പണിതേക്കുന്നത്, പക്ഷെ ചതിരില്ല. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. നിങ്ങളുടെ ഇതിന്റെ ടോപ്പ് അങ്ങ് അവിടെ റോഡ്, മെയിൻ റോഡ്, ഇതിന്റെ മേളിലല്ലേ പഞ്ചായത്ത് റോഡുണ്ട്. 6 ഏക്കറും പട്ടയാ? അത് 5 ഏക്കർ 17 പട്ടയം, 6 ഏക്കർ സ്ഥലം മൊത്തം. ഇതുമാതിരിയുള്ള ജാതി 80 മേളിൽ റബ്ബർ. ഇതിന് മേളിൽ കൊക്കോയുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, ഇങ്ങനെയുള്ള ആദായങ്ങൾ. തെങ്ങ് എത്ര ഉണ്ടാവും? തെങ്ങ് ഒരു 10-20 കണ്ടേക്കുമായിരിക്കും. കവുങ്ങോ? കമുകില്ല. കവുങ്ങില്ല. കമുക ചിലപ്പോൾ അവിടെ കാണും. റബ്ബറുണ്ട് 450. റബ്ബർ 450 അല്ലേ? കൊക്കോ? കൊക്കോ ഒരു 350-400 കൊക്കോ എടുത്തു. പുതിയതായിട്ട് ഏലം വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു. 1000 മൂട് ഏലം വെച്ചു. 1000 മൂട് ഏലം ഉണ്ടല്ലേ വെച്ചേക്കുന്നത്? ഇയാണ്ട് വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ കായ. നല്ല ഇനോ? നല്ല റബ്ബറാ. ഇത് ഏതിനോ ഏലം? ഇത് ഞെറാണി. ഇതിന്റെ നേരെ ടോപ്പില് പഞ്ചായത്ത് റോഡ്. ഇതുണ്ട്, ആ നിൽക്കുന്ന ജാതി എല്ലാം ഇതിൻ്റെ അകത്തുള്ള. ഈ മേളിലോട്ട് ഇങ്ങനെ വെച്ചേക്കുക. 1000 മൂട് ഏലം വെച്ചിട്ടുണ്ട്. 1000 മൂട്. റബ്ബർ എത്ര വർഷം? റബ്ബർ ഒരു 15 വർഷം പഴക്കമാണ്, 10 വർഷം പഴക്കമാണ്. അതല്ല, ഒരു ലൈൻ തീർന്നുള്ളൂ. ഒരു ലൈൻ തീർന്നുള്ളൂ, അടുത്ത ലൈനിലേക്ക് കയറിയിട്ടില്ല. കണ്ടോ? 5 വർഷമായല്ലോ വെട്ടാൻ. 6 വർഷമായി കാണും. 45 ഷീറ്റ് ഫുള്ളായിട്ട് വെട്ടിയാൽ കിട്ടും. പിന്നെ ഇതിൻ്റെ അങ്ങേ മൂലയിൽ നിന്ന് അങ്ങേ മൂലയ്ക്ക് ടോപ്പ് പണി പണിയാം. ഈ സിപ്പ് ലൈനില്ലേ, സിപ്പ് ലൈൻ അടിപൊളി സ്ഥലമാണ്. ഇത് തോട് അതാണ്? അത് ചെറിയ തോട, കുറവായിരുന്നു. അത് അപ്പുറം കിണറുണ്ട്. വെള്ളത്തിനൊരു പഞ്ഞമില്ല, ഇഷ്ടം പോലെ വെള്ളം. ഇപ്പോൾ കൊക്കോടെ സീസൺ തീർന്നട്ടോ. ഇത് വരുന്നുള്ളൂ കൊക്കോടെ? തീർന്നു. കൊക്ക കിട്ടുന്ന ഒരു 3 ലക്ഷം രൂപ കൊക്കയൊക്കെ കിട്ടും വിളിക്കും. വർഷത്തിലല്ലേ? ജാതിക്ക ഒരു 1500 കിലോ ജാതിക്ക കിട്ടുന്നുണ്ടെന്നാണ് ഒരു സീസണില്. അതിന്റെ പത്തിരി. പിന്നെ പത്തിരി എത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ഏലം വെച്ച് ഇങ്ങനെ കയറി പോവില്ല അങ്ങോട്ട്. പിന്നെ റിസോർട്ട് പണിയാൻ പറ്റിയ സ്ഥലം, സൈലന്റ് ഏരിയ. ആ മേളിക്കട വേണമെങ്കിൽ വഴി വെട്ടി ഇങ്ങോട്ട് ഇറങ്ങാം. മേളിൽ 2-3 ആ റോഡ് സൈഡിൽ വേണമെങ്കിൽ ഒരു 4-5 റിസോർട്ട് 5-6 അടുപ്പിച്ചടിപ്പിച്ച് വേണമെങ്കിൽ. ഇത് കുഞ്ചത്തിന് വില്ലേജാണ്, പെർമിറ്റ് കിട്ടും. പെർമിറ്റിന് ഒരു കുഴപ്പമില്ല. കുഞ്ചത്തിന് വില്ലേജാ. ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു ഇവിടുത്തെ ടോപ്പ് വരെ ഉണ്ടല്ലേ? അങ്ങ് മേളിൽ വരാം. അങ്ങ് മേളിൽ ആ നിൽക്കുന്ന മരത്തിന്റെ അവിടെ വരെ. അവിടെ റോഡുള്ളതല്ലേ? ഇല്ല, അവിടെ റോഡില്ല. ഈ സൈഡിലെ റോഡല്ലേ? സൈഡിലെ റോഡ്, പഞ്ചായത്ത് റോഡ്. അതിൽ ഇറങ്ങി വരണം. അതിങ്ങനെ ഇറങ്ങി നേരെ അങ്ങോട്ട് പോകും. ഇത് പ്രൈവറ്റ്. റബ്ബറിന്റെ ഇപ്പോഴത്തെ വെച്ചാണെങ്കിൽ പുള്ളി പറഞ്ഞ ഒരു 3000 കിലോ ഷീറ്റ് കിട്ടും. നോക്കി വെട്ടിയെടുത്താം. 200 രൂപ വില ഉണ്ടെങ്കിൽ 5-6 ലക്ഷം രൂപ, ഒരു 15 ലക്ഷം രൂപ വരുമാനം. ഈ വഴി ഇത്ര കോൺക്രീറ്റ് ചെയ്യാം. ഇത് സ്ഥലം തീരെ നല്ല ടീമെല്ലാം പരിപാടിയില്ലേ, ഇത്തരം മീൻ കൂട്ടിയെടുത്താൽ ഒരു കാവലർ കയറി വരാവുന്ന രീതിയിൽ ഈ സൈഡ് ഇങ്ങനെ അരിഞ്ഞെടുത്ത് മനസ്സിലാക്കാം. ഇപ്പം ആരും നോക്കാനൊന്നും ഇല്ലാത്ത മീനാണ്. കുറച്ച് അരിയാണ് ഈ സൈഡൊക്കെ.
ഇവിടെ ഇവിടുന്ന് കറക്റ്റ് പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് നമ്മുടെ മെയിൻ റോഡിലേക്ക്. മെയിൻ റോഡിലേക്ക്. ആ അതിലെ കയറി വരുന്ന എളുപ്പം. ഓ